പതിവ് പോലെ നാം നടന്ന പാതവക്കതൊന്നതിൽ പ്രവാസത്തിന് പളവളപ്പുള്ള കുപ്പായവും സ്പ്രേയുടെ സുഗന്ധവുമൊക്കെയായി ചേർത്ത് വായിച്ച് ശീലിച്ച പതിവിനെ എഴുത്തിലൂടെ തിരുത്തിയ രണ്ടുപേർ മൈഗ്രേഷൻ കോൺക്ലേവ് വേദിയിൽ ഒരുമിച്ചു. തിരിച്ചെത്തുന്ന പ്രവാസിയുടെ ഗൃഹാതുരത്വത്തെ കോൺക്ലേവ് വേദിയിൽ മനോഹരമായി ആലപിച്ചു കവി മുരുകൻ കാട്ടാക്കട. കൂട്ടുകൂടിടുന്ന കൂട്ടുകാർ തിരക്കു കൂട്ടിടും, നോട്ടമെത്തിടാത്തനിച്ചിരുന്നു നാം ഒടുങ്ങിടും. നാം അനുഭവിക്കാത്ത ജീവിതം നമുക്ക് വെറും കെട്ടുകഥ മാത്രമെന്ന് നജീബിൻ്റെ ജീവിതത്തിലൂടെ പറഞ്ഞു തന്ന ബെന്യാമിൻ ആടുജീവിതത്തിൽ പറഞ്ഞതും കത്തുകളിലൂടെ മലയാളി എഴുതിയുണ്ടാക്കിയ പ്രവാസമെന്ന നുണയെക്കുറിച്ചായിരുന്നു. ഇന്നോളം ഗൾഫ് നാടുകളിലേക്കോ മറ്റ് പ്രവാസഭൂമികളിലേക്കോ പോയ മനുഷ്യർ കേരളത്തിനോട് പറഞ്ഞുകൊണ്ടിരുന്ന കള്ളത്തിൻ്റെ പ്രതിനിധിയാണ് കത്ത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം താൻ ജീവിതത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുമ്പോഴും താൻ ഇവിടെ സുഖമായി ജീവിക്കുന്നു എന്നാണ് കത്ത് പറയുന്നത്. ഇത് പ്രവാസി എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടേയിരുന്നാണ്. മലയാളം മിഷൻ ഡയറക്ടർ കൂടിയായ മുരുകൻ കാട്ടാക്കട ഭാഷയെ കൂടെ കൂട്ടിയാൽ മലയാളിക്ക് പ്രവാസമെന്നൊന്നില്ലെന്ന് കൂടി പറഞ്ഞുവെച്ചു. പിന്നെ മലയാളിയെ സംബന്ധിച്ച് പ്രവാസം എന്നൊരു സാധനമില്ല. കാരണം ഈ മലയാളി സമൂഹം എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിശാസ്ത്രപരമായി മാപ്പിനകത്ത് വരയ്ക്കുന്ന അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു സ്പേസ് അല്ല കേരളം എന്ന് പറയുന്നത്. കേരളം എന്ന് പറയുന്നത് ഭാഷ കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ട ഒരു ഭൂപടമാണ്. നാടും ബന്ധങ്ങളും സൗഹൃദങ്ങളും എല്ലാം ചേർത്ത് പ്രവാസിയുടെ മടങ്ങിവരവിനെ പ്രിയ കവി കവിതയാക്കിയത് മൈഗ്രേഷൻ കോൺക്ലേവിൽ പങ്കെടുത്ത പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഹൃദയസ്പർശിയായി. തോടുപാടമൊക്കെയും മുഖം തിരിച്ചു നിന്നിടും, ആരൊരാൾ വരുന്നു കൊക്കുകൾ പറന്നുപോയിടും. അഖിലേഷ് കൊടുമണ്ണിനൊപ്പം നിഖിൽ മലപ്പട്ടം, കൈരളി ന്യൂസ്.